ഇന്ത്യ ഓസ്ട്രേലിയ പുറത്ത് ടെസ്റ്റിൽ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ ഇന്ത്യ മുന്നേറുകയാണ്. ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 67 എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പകരം ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയെ നയിക്കുന്നത്. ടോസ് നേടിയ ടീം ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തുവെങ്കിലും ഇന്ത്യൻ നിര പാടെ ബാറ്റിംഗ് മറന്ന രീതിയാണ് ആദ്യ ഇന്നിംഗ്സിൽ കാണാൻ കഴിഞ്ഞത്. ജയ്സ്വാളും KL രാഹുലും ചേർന്ന് തുടങ്ങിയ ഇന്ത്യൻ ബാറ്റിംഗിന് സ്കോർ ബോർഡിൽ ഒരു റണ്ണ് ചേർക്കുവാൻ 4 ഓവറുകൾ വേണ്ടിവന്നു. ഹേസൽവുഡിന് നോ ബോൾ ലഭിച്ച 5 റൺസായിരുന്നു ആകെ 4 ഓവറിൽ ഇന്ത്യയുടെ സമ്പാദ്യം. 8 പന്തുകൾ നേരിട്ട ജയ്സ്വാളിനെ 0-ന് സ്റ്റാർക്ക് ഔട്ടാക്കുമ്പോൾ സ്കോർ 5 റൺസ്. പിന്നീട് ക്രീസിലെത്തിയ പടിക്കലിനും ഒരു റണ്ണ് പോലും എടുക്കാനായില്ല. 23 ബോളുകളിൽ നിന്ന് 0-ന് പടിക്കൽ പുറത്താകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ 14-2 എന്ന നിലയിലായിരുന്നു. എന്നാൽ ഒരു സൈഡിൽ രാഹുൽ ക്ഷമയോടെ ഓരോ ബോളും ശ്രദ്ധിച്ചു കളിച്ചുകൊണ്ടേയിരുന്നു. രാഹുലിനോടൊപ്പം നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടാകുമെന്ന് വിശ്വസിച്ച വിരാട് കോഹ്ലി ഇത്തവണയും ആരാധകരെ നിരാശപ്പെടുത്തി. 12 ബോളിൽ നിന്ന് 5 റൺസ് നേടി ഹേസൽവുഡിന്റെ പന്തിൽ ഉസ്മാൻ ഖോജയ്ക്ക് ക്യാച്ച് നൽകി വിരാട് മടങ്ങുമ്പോൾ ടീം സ്കോർ 32. പിന്നീട് ക്രീസിലെത്തിയ ഇന്ത്യൻ യുവതാരം ഋഷഭ് പന്തുമായി ചേർന്ന് മികച്ച പ്രകടനമാണ് രാഹുൽ കാഴ്ചവെച്ചത്. എന്നാൽ തേർഡ് അമ്പയറിന്റെ തെറ്റായ തീരുമാനത്തിൽ രാഹുൽ ഔട്ടാവുമ്പോൾ 74 പന്തിൽ 3 ബൗണ്ടറി അടക്കം 26 റൺസ് നേടിയിരുന്നു. പിന്നീട് ക്രീസിലെത്തിയ നിതീഷ് കുമാർ റെഡ്ഡിക്ക് മാത്രമാണ് ഋഷഭ് പന്തിനൊപ്പം പിടിച്ചു നിൽക്കാനായത്. 59 ബോളിൽ 6 ബൗണ്ടറിയും ഒരു സിക്സും നേടി 41 റൺസ് എടുത്ത നിതീഷ് കുമാറാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സ്കോറർ. 49.4 ഓവറിൽ 180-ന് ഇന്ത്യൻ പട ഓസ്ട്രേലിയൻ പേസ് പടയ്ക്ക് മുന്നിൽ തകരുകയായിരുന്നു. ഹേസൽവുഡ് 4-ഉം മാർഷ്, കമ്മിൻസ്, സ്റ്റാർക്ക് എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി ഇന്ത്യയുടെ പതനം ഉറപ്പാക്കി. ഒന്നാം ഇന്നിംഗ്സിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറയ്ക്ക് മുന്നിൽ അടിപതർന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഓപ്പണർ നദാനെ LBWയിൽ കുരുക്കി ഇന്ത്യക്ക് ആദ്യ സ്ട്രൈക്ക് 3-ാമത്തെ ഓവറിൽ തന്നെ ബുംറ നൽകി. 7-ാമത്തെ ഓവറിലെ 4-ഉം 5-ഉം പന്തുകളിൽ ഉസ്മാൻ ഖോജയെയും സ്മിത്തിനെയും കുരുക്കിയ ബുംറ ഓസ്ട്രേലിയയ്ക്ക് മുൻപിൽ തന്റെ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു. ടീം സ്കോർ 19-ൽ നിൽക്കുമ്പോൾ 3 വിക്കറ്റുകൾ ഓസ്ട്രേലിയയ്ക്ക് നഷ്ടമായി. പിന്നീട് ക്രീസിലെത്തിയ ഹെഡ് വീണ്ടും ഇന്ത്യക്ക് തലവേദനയാകുമെന്ന് കരുതിയെങ്കിലും പുതുമുഖം ഹർഷിത് റാണയുടെ ബോളിൽ ബൗൾഡാവുകയായിരുന്നു. ക്രീസിലെത്തി ലബൂഷയുമായി പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ നോക്കിയ മാർഷിനെ സിറാജ് രാഹുലിന്റെ കൈകളിലെത്തിക്കുമ്പോൾ ഓസ്ട്രേലിയ 38-5 എന്ന നിലയിൽ. നന്നായി ടെസ്റ്റ് കളിച്ച ലബൂഷെ ക്രീസിൽ നിലയുറപ്പിക്കാൻ സമ്മതിക്കാതെ സിറാജ് ബൗൾഡാക്കുകയായിരുന്നു. 52 ബോളിൽ 2 റൺസായിരുന്നു ലബൂഷയുടെ സ്കോർ. പൊരുതാൻ ഉറപ്പിച്ച ഓസ്ട്രേലിയൻ നായകൻ കുമ്മിൻസിനെ അതിനനുവദിക്കാതെ 24-ാം ഓവറിൽ ബുംറ കീപ്പർ ക്യാച്ചിൽ കുടുക്കി. ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ക്യാരിയും സ്റ്റാർക്കുമാണ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ക്രീസിൽ. ഓസ്ട്രേലിയ 67-7 എന്ന നിലയിലും. ഇന്ത്യക്ക് 83 റൺസിന്റെ ലീഡാണുള്ളത്. 2-ാം ദിവസം തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് നിലയുറപ്പിക്കാം. എന്നിരുന്നാലും ടെസ്റ്റ് കളിക്കുവാൻ പാടെ മറന്ന ഇന്ത്യൻ പടയുടെ പ്രകടനത്തിൽ അതിയായ ആശങ്കയാണ് ക്രിക്കറ്റ് ലോകം പങ്കുവയ്ക്കുന്നത്.